ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. റെയിൻബോ ഡേ സെലിബ്രേഷന് വേണ്ടി കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചെയ്തു കൊടുത്ത കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. റെയിൻബോ കളർ റിലേറ്റഡ് ആയിട്ടുള്ള 4 ക്രാഫ്റ്റ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. റെയിൻബോ കളർ പേപ്പർ അംബർലയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റിന് കുറച്ച് കളർ പേപ്പേഴ്സ്, പേപ്പർ സ്ട്രോ, സിസേഴ്സ്, ഗമ്മ്, പെൻസില്, ഇത്രയും ആക്സസറീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനു വേണ്ടി റെയിൻബോ കളേഴ്സിൽ വരുന്ന 7 കളേഴ്സിലുള്ള കളർ പേപ്പറുകളിൽ ഒരേ വലുപ്പത്തിലുള്ള സർക്കിൾസ് വരച്ചെടുക്കാൻ നമുക്ക് ആദ്യം തന്നെ. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ സർക്കിൾ ഷേപ്ഡ് കളർ പേപ്പേഴ്സിനെയും നമുക്ക് ഇതിൽ കാണുന്ന രീതിയിൽ ആദ്യം തന്നെ സെൻറ്റർ പോർഷൻ മടക്കിയെടുക്കാം. വീണ്ടും അത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ കാണുന്നത് പോലെ ഈ ഒരു പോർഷനിൽ പേപ്പർ ഗം യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ കളർ പേപ്പേഴ്സിലും നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഗമ്മ് വെച്ച് ഒട്ടിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ഓരോ സിംഗിൾ പീസ് കളർ പേപ്പറുകളെ വീണ്ടും ഒന്നിച്ച് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വിബ്ജിയോർ ഓർഡറിൽ നമുക്ക് എല്ലാ കളേഴ്സ് പേപ്പറുകളെയും ഒട്ടിച്ചെടുക്കാം. എല്ലാ പേപ്പേഴ്സും ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം നമുക്കതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുണ്ടാകുന്നത്. ഇനി നമുക്ക് കുടയുടെ കാല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് പേപ്പർ സ്ട്രോ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പേപ്പർ സ്ട്രോ ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം രണ്ടറ്റത്തും ഒട്ടിച്ചിരിക്കുന്ന പേപ്പേഴ്സിനെ നമുക്ക് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി രണ്ട് എൻഡിലുള്ള ഈ പേപ്പറുകളിൽ ഗമ്മ് തേച്ച് കൊടുത്തിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ റെയിൻബോ കളർ പേപ്പർ അംബ്രല്ല റെഡിയായി. അടുത്തത് നമുക്ക് റെയിൻബോ കളർ പേപ്പർ ഫാൻ ഉണ്ടാക്കാനായിട്ട് വൈറ്റ് കളർ A4 പേപ്പർ, ക്രയോൺസ്, പെൻസില്, സ്കെയില്, ഗമ്മ്, ഐസ്ക്രീം സ്റ്റിക്ക്, ഇത്രയും ആക്സസറീസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് A4 പേപ്പറിനെ രണ്ടായി മടക്കിയ ശേഷം 17 സെൻറ്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുത്ത് 2 പീസാക്കി മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ഈ പേപ്പറിൻ്റെ ഒരു എൻഡിൽ നിന്നും 7 പോയിന്റ്സ് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ പേപ്പറിൻ്റെ രണ്ട് എൻഡിൽ നിന്നും മാർക്ക് ചെയ്ത് സെൻറ്റർ പോർഷനിൽ ഒരു 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരും. ആ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. പേപ്പറിന് രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം റെയിൻബോ കളേഴ്സിലെ 7 കളേഴ്സ് നമുക്ക് ഈ ഒരു പേപ്പറിൽ ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്തെടുക്കാം. ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കളേഴ്സ് ചെയ്തെടുക്കാം. 2 A4 ഷീറ്റിനെ 4 പീസസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കളർ ചെയ്തെടുക്കുന്നത്. ഈ പേപ്പറുകളിലെല്ലാം കളർ ചെയ്തെടുത്ത ശേഷം നമുക്ക് പെയിന്റ് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നടുവേ മടക്കി കൊടുക്കാം. വീണ്ടും 2 തവണ കൂടെ നടുവേ മടക്കി ഫോൾഡ് ചെയ്ത ശേഷം ഈ പേപ്പർ നമുക്ക് നിവർത്താം. നിവർത്തിയെടുത്ത പേപ്പറിൻ്റെ മടക്കുകളിലൂടെ മുന്നിലോട്ടും പിറകിലോട്ടുമായിട്ട് നമുക്ക് വീണ്ടും ഈ പേപ്പറിനെ ഫോൾഡ് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും മടക്കിയെടുത്ത ശേഷം വൈറ്റ് കളർ വരുന്ന പോർഷനിൽ നമുക്ക് നടുവേ മടക്കി ഈ ഒരു രീതിയിൽ നമുക്ക് ഗമ്മ് യൂസ് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ 4 പീസ് പേപ്പറുകളും ഇതേപോലെ ഒട്ടിച്ചെടുത്ത ശേഷം അവ ജോയിൻ ചെയ്തെടുക്കാം. ലാസ്റ്റ് വരുന്ന 2 പീസ് പേപ്പറുകൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് ഒട്ടിച്ച ശേഷം നടുഭാഗത്തായിട്ട് ഇതുപോലൊരു ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ വൈറ്റ് കളർ വരുന്ന പോർഷനിൽ ഒരു സർക്കിൾ ഷേപ്പിലെ പേപ്പർ കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ചേർത്ത് ഒട്ടിച്ച് വെക്കാത്ത 2 ഭാഗത്തായിട്ട് 2 സൈഡുകളിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഡബിൾ സൈഡ് ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്ത് ഇവിടെ ഒട്ടിക്കാവുന്നതാണ്. സ്റ്റിക്ക് 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഫാന് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് നമുക്ക് അതിനവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഫാൻ റെയിൻബോ കളർ ആയതുകൊണ്ട് തന്നെ ഈ വൈറ്റ് കളർ സർക്കിൾ ഷേപ്പിന്റെ മുകളിലേക്ക് നമുക്കൊരു ചെറിയ ക്ലൗഡ് വരച്ചു കൊടുത്ത് ഭംഗിക്ക് വേണ്ടി അതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഭംഗിയുള്ള പേപ്പർ ഫാൻ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്രാഫ്റ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ബാക്കി 2 ക്രാഫ്റ്റ് വർക്ക്സും അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.